കഫ് സിറപ്പുകളുടെ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. കഫ് സിറപ്പുകളുടെ യുക്തിപൂർവമായ ഉപയോഗം ഉറപ്പാക്കാനും ആരോഗ്യ മന്ത്രാലയത്തിന്റെ അടിയന്തര യോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. വിനീത വിജി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. വിനീത, രണ്ട് സംസ്ഥാനങ്ങളിലെ ഏതാണ്ട് 14 കുട്ടികൾ ഈ കഫ് സിറപ്പ് കഴിച്ചു മരിച്ചു എന്ന നിഗമനത്തെ തുടർന്നാണ് ഈ സംഭവത്തെ തുടർന്നാണ് ഈ യോഗം ചേരുന്നത്. ഏത് തരത്തിലുള്ള മാർഗനിർദ്ദേശമാണ് സംസ്ഥാനങ്ങൾക്ക് ഈ യോഗത്തിന് ശേഷം കേന്ദ്ര സർക്കാർ നൽകുന്നത്? ഗൂഗിൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യപ്രദേശിലും രാജസ്ഥാനിലുമാണ് ഈ ചുമയ്ക്കുള്ള കോൾഡ്രിഫ് കഫ് സിറപ്പ് കഴിച്ച 14 കുട്ടികൾ മരിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധനയിൽ ഈ മരിച്ച കുട്ടികളുടെ വൃക്ക സംബന്ധിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ അവർ നേരിട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രത്യേകമായിട്ടുള്ള ഒരു അടിയന്തര യോഗം ഇന്ന് ഡൽഹിയിൽ ചേർന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ ആരോഗ്യ സെക്രട്ടറിമാർ, ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ചില നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ ആ യോഗം എടുത്തിരിക്കുന്നതെന്നുള്ള ചില വിവരങ്ങൾ കൂടിയാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനം ഈ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത യൂണിറ്റുകളുടെ ലൈസൻസ് റദ്ദാക്കുന്ന അടക്കമുള്ള ഒരു നീക്കത്തിലേക്ക് എത്തിയേക്കുമെന്നുള്ള ചില സൂചനകൾ കൂടിയാണ് നമുക്കിപ്പോൾ ലഭ്യമാവുന്നത്. ചില ആരോഗ്യ സംസ്ഥാനങ്ങൾ അത്തരത്തിലേക്കുള്ള ചില നിർദ്ദേശങ്ങൾ ആ യോഗത്തിൽ വച്ചതായിട്ടുമുള്ള ചില സൂചനകൾ കൂടി നമുക്ക് ആരോഗ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സോഴ്സുകളിൽ നിന്ന് അത്തരം ചില സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. ഒപ്പം തന്നെ ഈ കഫ് സിറപ്പുകളുടെ യുക്തിപൂർവമായിട്ടുള്ള ഉപയോഗം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിരീക്ഷണവും പരിശോധനയും ശക്തമാക്കാൻ സംസ്ഥാനങ്ങൾക്ക് ഇന്ന് ചേർന്ന യോഗത്തിൽ ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വീഴ്ച വരുത്തുന്ന യൂണിറ്റുകൾക്കെതിരെ കടുത്ത നടപടി ഉണ്ടായേക്കുമെന്നുള്ള സൂചനകൾ തന്നെയാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത്. യോഗം ഇപ്പോഴും പുരോഗമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത്. എല്ലാ സംസ്ഥാനത്തിലെയും ആരോഗ്യ സെക്രട്ടറിമാരും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വൈകിട്ട് 4 മണിയോടുകൂടി ഓൺലൈനായാണ് ഈ യോഗം ചേർന്നിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിനോടകം കേരളം ഉൾപ്പെടെയുള്ള 5 സംസ്ഥാനങ്ങളാണ് ഈ ചുമയ്ക്കുള്ള കോൾഡ്രിഫ് കഫ് സിറപ്പിന്റെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് ഗുജറാത്ത് സംസ്ഥാന തലത്തിൽ തന്നെ, സർക്കാർ തലത്തിൽ തന്നെ ഈ മരുന്ന് സംബന്ധിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള വിഷാംശം ഈ മരുന്നിൽ കലർന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് ഗുജറാത്ത് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ മധ്യപ്രദേശിൽ ഈ മരുന്ന് കുട്ടികൾക്ക് എഴുതി നൽകിയ ഡോക്ടർ പ്രവീണിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലേക്കുള്ള പ്രവീൺ സോണിയെ അറസ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടിയാണ് മധ്യപ്രദേശ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ സർവീസിൽ നിന്ന് ഈ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും അടിയന്തരമായി തന്നെ ആരോഗ്യ മന്ത്രാലയം യോഗം ചേരുകയും നിർണായകമായിട്ടുള്ള ചില തീരുമാനങ്ങൾ ഇതിനോടകം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗൂഗിൾ. ശരി വിനീത, ഏതായാലും ഗുരുതരമായ സാഹചര്യമാണ് ഉടലെടുത്തത്. കഫ് സിറപ്പ് കഴിച്ച് കുട്ടികൾ മരിക്കുക എന്ന് പറയുന്നത് 2 സംസ്ഥാനങ്ങളിലായി 14 കുട്ടികളുടെ മരണം. ഏതായാലും ഇപ്പോൾ അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നു കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന്. കഫ് സിറപ്പ് ഉപയോഗത്തിൽ, അതിന്റെ വിതരണത്തിൽ, അതിന്റെ നിർമ്മാണത്തിൽ പരിശോധനകൾ കൂടുതൽ ശക്തമാക്കാനാണ് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.